വെൽക്കം ടു മൈൽസ്റ്റോൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2017 LDC ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് കോഴിക്കോട്, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിൽ നടന്ന 2017 നടന്ന LDCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പൊ മാത്സിന്റെ റീസണിങ്ങിന്റെയും 20 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അപ്പോൾ 20 ക്വസ്റ്റ്യൻസും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ് ഇന്ന് ചെയ്യാം, നെക്സ്റ്റ് പാർട്ടായിട്ട് അടുത്ത 10 ക്വസ്റ്റ്യൻസ് ചെയ്യാം. 20 ക്വസ്റ്റ്യൻസ് ഒറ്റ വീഡിയോ ആകുമ്പോൾ നിങ്ങൾക്കും അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബോറിംഗ് ആയിരിക്കും. അതുമായി ബന്ധപ്പെട്ട ബാക്കി വീഡിയോസ് ഒക്കെ റെഫർ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ 10 ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്യാം. അതിന്റെ ഡൗട്ട്സ് ഒക്കെ അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനും എളുപ്പമാണ്. എല്ലാം ഇപ്പൊ പറയാൻ പോകുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഇത് ഒരു റിവിഷൻ ആയിട്ട് കണ്ടിട്ട് ഇത് വീഡിയോ കാണുക. ബുക്കും പേനയും പേപ്പറൊക്കെ എടുത്തു വെച്ചിട്ട് ഇരിക്കുക. ഞാൻ ക്വസ്റ്റ്യൻ പറയുമ്പോൾ അതിന്റെ കൂടെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക, ആൻസർ സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഒരു റിവിഷൻ ആയിട്ട് ഇത് എടുക്കുക. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ 100 ക്വസ്റ്റ്യൻസ് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തെടുക്കണമെങ്കിൽ milestone.pc.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ എല്ലാ LDC എക്സാമിന്റെയും 2017 അതിന് മുന്നേ നടന്നിട്ടുള്ളതും എല്ലാ LDC എക്സാംസിന്റെയും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക. അതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഇനി ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് പറയാം, അത് നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്താം. ക്വസ്റ്റ്യൻസിനെ പറ്റി പറയുവാണെങ്കിൽ പൊതുവെ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 20 ക്വസ്റ്റ്യൻസ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. നമ്മൾ പഠിച്ചിരിക്കുന്ന അതേ പാറ്റേൺ തന്നെ, അതിൽ നിന്ന് ഉപരിയായിട്ടൊന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് ഈ വർഷവും പ്രതീക്ഷിക്കാം. നമ്മൾ പഠിക്കുന്ന അതേ പാറ്റേണിൽ പഠിച്ചു പോയാൽ ആ 20 മാർക്ക് നമുക്ക് ഷുവർ ആയിട്ട് കിട്ടും. ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ കണ്ടാൽ നിങ്ങൾക്കറിയാം, ബോർഡ് മാസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അതും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നുമില്ല, സിമ്പിൾ വാല്യൂസ് വെച്ചിട്ടാണ് തന്നിരിക്കുന്നത്. ബോർഡ് മാസ് റൂൾ എന്താണെന്ന് അറിഞ്ഞാൽ ഇതിനുള്ള ആൻസർ നമുക്ക് കിട്ടും. എന്താണ് ബോർഡ് മാസ് റൂള്? അധികം ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. എല്ലാ ടോപ്പിക്കിന്റെയും വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അധികം അതിന്റെ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട ആവശ്യം ഇനിയില്ല. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇതിനു മുന്നേ ചെയ്തിട്ടുള്ളതുമാണ്. അപ്പൊ ആർക്കെങ്കിലും ഏതെങ്കിലും ക്വസ്റ്റ്യൻ പറയുമ്പോൾ അതിന് എന്തെങ്കിലും ഡൗട്ട് തോന്നിയാൽ ആ പെർട്ടിക്കുലർ വീഡിയോ എടുത്തിട്ട് കണ്ടു നോക്കുക. അപ്പൊ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ആകും. അപ്പൊ ബോർഡ് മാസിൽ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ ആണ് മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ചില സമയത്ത് ബ്രാക്കറ്റ് ഉണ്ടാവാറുണ്ട്, ഓഫ് വളരെ വിരളായിട്ട് ഓഫും ഉണ്ടാവാറുണ്ട്. അപ്പൊ ആദ്യം തന്നെ ഏതാണ്? ഡിവിഷൻ ആണ്. ഇപ്പൊ ഇതിൽ ഡിവിഷന്റെ പാർട്ട് എവിടെയാണ്? ഇതിലാണ് ഡിവിഷൻ പാർട്ട് ഉള്ളത്. അപ്പൊ ഡിവിഷൻ വരുന്നത് ആദ്യം ചെയ്യണം. 8/4 എത്രയാണ്? 2 + 2 × 4. ബാക്കി അതുപോലെ നമ്മൾ എഴുതി. എക്സാമിന് നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് ഓരോ സ്റ്റെപ്പായിട്ട് എഴുതി ഓരോന്നായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടുന്ന് തന്നെ ഒറ്റ സ്റ്റെപ്പ് തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പൊ പറഞ്ഞു തരുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതുന്നത്. ഇനി എന്താ? മൾട്ടിപ്ലിക്കേഷൻ. 2 × 4 8. അപ്പൊ 2 + 2 × 4 8. അപ്പൊ എത്ര കിട്ടും? 10 എന്ന് ആൻസർ കിട്ടും. ഇവിടെ ഓപ്ഷൻ സി എന്ന് പറയുന്നത് 10 ആണ്, അത് 0 അല്ല, എഴുതുമ്പോൾ മാറിപ്പോയതാണ്. അപ്പൊ ഓപ്ഷൻ സി 10 ആണ് ആൻസർ കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1 + 2 1/2 + 3 1/3. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് രണ്ടിനുമാണ് 2 1/2 ഉം 3 1/3 എന്നുള്ളത്. ഇതിന്റെ അർത്ഥം എന്താ? 2 + 1/2 2 1/2, 3 + 1/3 3 1/3. അപ്പൊ നമുക്ക് നമ്പേഴ്സ് ആദ്യം കൂട്ടി എഴുതാം. 2 ഉം 1 ഉം കൂട്ടിയ 3, 3 + 3 6, ബാക്കിയുള്ളത് 1/2 ഉം 1/3. ഓക്കെ ആണല്ലോ? 2 1/2 എന്ന് പറഞ്ഞാൽ 2 + 1/2 തന്നെയാണ്. അപ്പൊ നമ്പേഴ്സ് ഒക്കെ കൂട്ടി എഴുതി, ബാക്കി 1/2 1/3 അതുപോലെ എഴുതി. രണ്ട് ഭിന്നസംഖ്യകളെ കൂട്ടാൻ അറിയാലോ. 6 പ്ലസ് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 3 3 + 2 × 1 2 / 2 × 3 6. അപ്പൊ ഇവിടെ 6 ഉണ്ട്, പ്ലസ് 3 + 2 5 / 6. വീണ്ടും ഇത് ആഡ് ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 6 × 6 36 പ്ലസ് 1 × 5 5 / 1 × 6 6. 36 ഉം 5 ഉം 41/6 എന്ന് ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ? ഈ മിശ്രഭിന്നം മാറ്റിയിട്ട് ഭിന്നസംഖ്യ ആക്കിയിട്ട് ആഡ് ചെയ്യുക. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ ഇതാണ് കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നുന്നത്. 1/2 + 1/3 എത്രയാണെന്ന് എഴുതി, എന്നിട്ട് ഇത് വീണ്ടും 6ന്റെ കൂടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കൂട്ടി. അപ്പൊ നമ്മളിത് ഭിന്നസംഖ്യയുടെ പാർട്ട് വീഡിയോ ചെയ്യുമ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അത് കണ്ടിട്ട് എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇത് ഈസി ആയിട്ട് കിട്ടും. അടുത്തത് പെർസെന്റേജിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു സംഖ്യയുടെ 15% എന്നത് 27 ആയാൽ സംഖ്യ കാണുക. നമ്മൾ പെർസെന്റേജിന്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ ഇങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ചെയ്തേ? 15% എന്ന് പറഞ്ഞാല് 27. ആ സംഖ്യ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 100% ആയിരിക്കും. അപ്പൊ 15% 27, 100% കണ്ടാൽ നമ്മുടെ ആൻസർ ആയി.
15% 27 ആണെങ്കിൽ 1% എത്രയാണ്? 27 ഡിവൈഡഡ് ബൈ 15. 1% എന്ന് പറയുമ്പോൾ 15 ഇവിടെ പോയി. ഇനി 100% കാണാലോ. 1% ഇതാണ്. 100% എന്ന് പറയുമ്പോൾ ഇൻറ്റു 100. ഒന്ന് ഇത്, അപ്പൊ 1 ഇൻറ്റു 100 100. അപ്പൊ ഇത് ഇൻറ്റു 100 ആണ് 100%. 27 3 9 പ്രാവശ്യം പോവും. 15 3 5 പ്രാവശ്യം പോവും. 5 100 20 പ്രാവശ്യം പോവും. അപ്പൊ 20 ഇൻറ്റു 9 180 എന്ന് ആൻസർ കിട്ടും. ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ. ഓക്കെ ആണല്ലോ. കുറെ ക്വസ്റ്റ്യൻസ് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് ഇപ്പോ 15% കാണാൻ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇത് ഈ ഒരു സ്റ്റെപ്പ് മാത്രമേ ചെയ്യണ്ടൂ. 15% ആയതുകൊണ്ട് 27/15 ഇൻറ്റു 100. 15% 27. ആദ്യം നമ്പർ എഴുതുക, ഡിവൈഡഡ് ബൈ ആ ശതമാനം എത്രയാണ് അത് എഴുതുക, ഇൻറ്റു 100. ആ ഒരു സ്റ്റെപ്പ് ഓർക്കാൻ പറ്റുന്നവര് അങ്ങനെ തന്നെ ചെയ്താൽ മതി. എങ്ങനെയാണ് വരുന്നത് എന്നാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത്. അപ്പോൾ മറ്റൊരു ക്വസ്റ്റ്യൻ വന്നാലും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അതിന്റെ ഒറിജിനൽ സ്റ്റെപ്സ് ആയിട്ട് തന്നെ പറഞ്ഞു വരുന്നത്. നിങ്ങൾ കുറെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്പേർട്ട് ആവും. അപ്പോൾ ഈ ഒറ്റ ഒരു സ്റ്റെപ്പ് മാത്രം എഴുതിയിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, 400 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 440 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര? ലാഭശതമാനമാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മളൊരു സാധനം 400 രൂപക്ക് വാങ്ങിയിട്ട് അത് 440 രൂപക്ക് വിറ്റു. അതായത് 40 രൂപ കൂട്ടി വിറ്റു അല്ലെ. 400 രൂപക്ക് വാങ്ങി 440 രൂപയ്ക്ക് വിറ്റു എന്ന് പറയുമ്പോൾ 40 രൂപ കൂട്ടിയിട്ടാണ് വിറ്റത്. അപ്പൊ ലാഭശതമാനമാണ് ചോദിക്കുന്നത്. ലാഭശതമാനം കാണണമെങ്കിൽ എന്താ ചെയ്യണ്ടേ? എത്ര രൂപ ലാഭം കിട്ടിയോ അത് ബൈ വാങ്ങിയ വില എത്രയാണോ അത് ഇൻറ്റു 100. ലാഭശതമാനമായാലും നഷ്ടശതമാനമായാലും എപ്പോഴും നമ്മൾ വാങ്ങിയ വിലേനെ കമ്പയർ ചെയ്തിട്ടാണ് പറയാ അല്ലെ. നഷ്ടമാണെങ്കിൽ വാങ്ങിയ വിലേനേക്കാളും ഇത്ര രൂപ കുറവ് കിട്ടി, ലാഭമാണെങ്കിൽ വാങ്ങിയ വിലേനേക്കാളും ഇത്ര രൂപ കൂടുതൽ കിട്ടി അല്ലെ. അപ്പൊ എത്രയാണോ ലാഭമോ നഷ്ടമോ അത് എത്ര വാല്യൂ ആണോ അത് ഡിവൈഡഡ് ബൈ വാങ്ങിയ വില. താഴെ എപ്പോഴും എന്തായിരിക്കും? വാങ്ങിയ വില ആയിരിക്കും. ഇൻറ്റു 100 ചെയ്താൽ ലാഭശതമാനം നഷ്ടശതമാനം കിട്ടും. അപ്പൊ 0 0 0 0 ക്യാൻസൽ ആയി. 40/4 എന്ന് പറഞ്ഞാൽ 10% ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, 2400 രൂപയ്ക്ക് 2 വർഷത്തെ പലിശ 384 രൂപ ആയാൽ പലിശ നിരക്ക് എത്ര ശതമാനം? ഇത് നമുക്ക് സാധാരണ പലിശ കാണേണ്ട ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ വേണേല് I = PNR/100. ഇതിൽ തന്നിട്ടുള്ള വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് 6 എത്ര ശതമാനമാണ് പലിശ നിരക്ക്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6 ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാം. പക്ഷെ ഇക്വേഷൻ ഒന്നും വേണ്ട, നമുക്ക് എങ്ങനെ ചെയ്യാം? 2400 രൂപയ്ക്ക് 2 വർഷത്തെ പലിശയാണ് 384 രൂപ. പലിശ നിരക്ക് എന്ന് പറയുന്നത് എന്താ? വാർഷിക പലിശ നിരക്കാണ് അല്ലെ. ഒരു വർഷത്തേക്ക് എത്ര ശതമാനം പലിശ, അതിൽ പലിശ നിരക്ക് എന്ന് പറയുന്നത്. അപ്പൊ 2400 രൂപയ്ക്ക് 2 വർഷത്തേക്ക് 384 രൂപയാണ് പലിശ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു വർഷത്തെ പലിശ എത്രയായിരിക്കും? സാധാരണ പലിശ എന്ന് പറയുമ്പോൾ ഓരോ വർഷവും സെയിം പലിശ തന്നെ ആയിരിക്കും. അപ്പൊ ആദ്യത്തെ വർഷം ഒരു പലിശ, അതേ പലിശ ആയിരിക്കും രണ്ടാമത്തെ വർഷവും. അപ്പൊ രണ്ടും കൂടെ കൂട്ടിയാല് 384. അപ്പൊ അതിന്റെ പകുതി ആയിരിക്കില്ലേ ആദ്യത്തെ വർഷത്തെ പലിശ. അപ്പൊ 192. 384 പകുതി 192. അപ്പൊ 2400 രൂപയ്ക്ക് ഒരു വർഷത്തെ പലിശ നമുക്ക് കിട്ടി. എത്ര? 192. ഇനി പലിശ നിരക്ക് കാണാലോ. 192 ആണ് പലിശ. എത്ര രൂപയ്ക്ക്? 2400 രൂപയ്ക്ക്. അപ്പൊ നിരക്ക് കാണാൻ വേണ്ടിയിട്ട് ഇൻറ്റു 100. ഓക്കെ ആണല്ലോ. ഒരു വർഷത്തെ പലിശ എത്രയാണോ അത് ഡിവൈഡഡ് ബൈ എത്ര രൂപയാണോ ഇൻറ്റു 100 ആണ് പലിശ നിരക്ക് കാണാൻ. അപ്പൊ 0 0 0 0 ക്യാൻസലായി. 24 192 8 പ്രാവശ്യം പോകും. അപ്പൊ 8% ആയിരിക്കും പലിശ നിരക്ക്. ഈ 8 ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ 3 കൊണ്ടോ 8 കൊണ്ടോ ഒക്കെ ഇതിനെ ചുരുക്കിയിട്ട് ലാസ്റ്റ് ആൻസർ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ എത്ര ആൻസർ കിട്ടും? 8% ആൻസർ കിട്ടും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഈ പിയും എന്നും ആറും ഒക്കെ ഐയും ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആറിന്റെ വില കണ്ടുപിടിക്കാം. ഏതാണോ നിങ്ങൾക്ക് എളുപ്പം അതുപോലെ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, A:B = 1:3, B:C = 4:5 ആയാൽ A:C എത്ര? അംശബന്ധവും അനുപാതവും എന്നുള്ള ടോപ്പിക്കിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഈസി മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. A:B എത്രയാണ്? 1:3 ആണ്. B:C 4:5 ആണ്. അപ്പൊ നമ്മള് A:B:C എങ്ങനെയാണ് കാണുന്നതെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഒരു ഇൻവേർട്ടഡ് എന്നുള്ള ഡയറക്ഷനിൽ നമ്മൾ ഗുണിച്ചാൽ ഇതിന്റെ ആൻസർ ആയി. ആദ്യം ഇതും ഗുണിക്കുക, പിന്നെ ഇതും ഗുണിക്കുക, പിന്നെ ഇതും. ഇങ്ങനെ ഒരു ഡയറക്ഷനിൽ ഗുണിച്ചാൽ A:B:C കിട്ടും. നമുക്ക് എന്തൊക്കെയാണ് കിട്ടേണ്ടത്? A:C മാത്രമാണ് കിട്ടേണ്ടത്. അപ്പൊ ആദ്യം ഗുണിക്കുന്നത് A ആണ്, ഇങ്ങനെ ഗുണിക്കുന്നത് B ആണ്, പിന്നീട് ഇങ്ങനെ ഗുണിക്കുന്നത് C ആണ്. അപ്പൊ Aയും Cയും മാത്രമേ നമുക്ക് വേണ്ടൂ, B ആവശ്യമില്ല. അപ്പൊ ഈ മിഡിലിലെ ഗുണിക്കുന്നത് ഒഴിവാക്കാം. 1 × 4
4 ഈസ്റ്റ് 3 × 15 15. ഇതായിരിക്കും A/C. 4:15. മാറി പോകാൻ പാടില്ല. 15:4 ഓപ്ഷൻ ആയിട്ടുണ്ട്. അപ്പൊ ഓപ്ഷൻ ബി 4:15 ആണ് ആൻസർ. അടുത്തത് ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 10, 12, 14, 16, 18 എന്നീ സംഖ്യകളുടെ ശരാശരി കാണുക. 10, 12, 14, 16, 18 കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന നമ്പേഴ്സ് ആണ്. ഇതിന്റെ ശരാശരി കാണാം. സാധാരണ നോർമൽ കേസിൽ നമ്മൾ എങ്ങനെ ശരാശരി കാണാം? ആകെ തുക കണ്ടിട്ട് അതിനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യും, അതിലെ ശരാശരി. പക്ഷെ ഇതിന് അതിന്റെ ഒന്നും ആവശ്യമില്ല. 10, 12, 14, 16, 18 എന്ന് പറയുമ്പോൾ തുടർച്ചയായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന നമ്പേഴ്സ് ആണ് അല്ലെ. രണ്ട് കൂടി ഈക്വൽ ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന നമ്പേഴ്സ് ആണ്. അപ്പൊ എന്ത് ചെയ്യാം? ഈക്വൽ ആയിട്ട് ഇങ്ങനെ കൂടി വരുന്ന നമ്പേഴ്സ് ആണെങ്കിൽ അതിന്റെ മിഡിൽ വാല്യൂ ആയിരിക്കും ശരാശരി. നമ്മൾ ശരാശരിയുടെ വീഡിയോ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇതിന്റെ മിഡിൽ വാല്യൂ എന്താ? 2 ഇവിടെയുണ്ട്, 2 ഇവിടെയുണ്ട്. മിഡിലുള്ളത് 14 ആണ്. അപ്പൊ ഇതിന്റെ ശരാശരി എത്രയായിരിക്കും? 14 ആയിരിക്കും. മൊത്തം കൂട്ടി എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താലും നിങ്ങൾക്ക് ഇതേ ആൻസർ ആയിരിക്കും കിട്ടുക. അപ്പൊ അതിന് സമയം കളയണ്ട. ഇങ്ങനെ തുടർച്ചയായിട്ട് വരുന്നതാണെങ്കിൽ മിഡിൽ വാല്യൂ ആയിരിക്കും ശരാശരി. അടുത്ത ചോദ്യം, 5/4 × 5/3 divided by 5/7 is equal to dash. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 5/4 × 5/3 എന്ന് പറഞ്ഞാൽ എന്താ? A/m × A/n. ഈ ഒരു ഫോർമുലയിലുള്ളത്. അപ്പൊ താഴെ രണ്ടും ഒരേ വാല്യൂ, മുകളിൽ വ്യത്യസ്ത വാല്യൂ ആകുമ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? താഴെയുള്ള വാല്യൂ റേസ് ടു മുകളിലുള്ളത് കൂട്ടി എഴുതുക. m+n. ഇത് നമ്മൾ കുറെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് എഴുതാം? 5 താഴെ 5 ആണ്, മുകളിലുള്ള രണ്ടും കൂട്ടി എഴുതുക. 4 + 3. താഴെ 5/7 ഉണ്ട്, അത് അതുപോലെ എഴുതി. അപ്പൊ 5/4 + 3 എന്ന് പറഞ്ഞാൽ എത്രയാ? 5/4 + 3 എന്ന് പറഞ്ഞാൽ 7 ഡിവൈഡഡ് ബൈ താഴെ എന്ത് തന്നെയാണ്? 5/7. അപ്പൊ 5/7/5/7 എന്ന് പറഞ്ഞാൽ 1. താഴെ മുകളിലും ഒരേ നമ്പർ ആകുമ്പോൾ ഡിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുക? 1 ആയിരിക്കും കിട്ടുക. അപ്പൊ 5/7/5/7 1 എന്ന് നമുക്ക് ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സമചതുരത്തിന്റെ ചുറ്റളവ് 16 സെന്റിമീറ്റർ ആയാൽ അതിന്റെ പരപ്പളവ് എത്ര ചതുരശ്ര സെന്റിമീറ്റർ ആയിരിക്കും? ഒരു സമചതുരം, അതിന്റെ ചുറ്റളവ് തന്നിട്ടുണ്ട്, അതിന്റെ പരപ്പളവ് കണ്ടുപിടിക്കണം. ജിയോമെട്രിന്ന് ചതുരം സമചതുരം ഒക്കെ ചോദിച്ചാൽ നമ്മുടെ ലക്കാണെന്ന് വിചാരിക്കാം. ബാക്കി ഇക്വേഷൻസ് ഒന്നും ഓർമ്മയില്ലെങ്കിലും ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സമചതുരം എന്ന് പറയുമ്പോൾ അതിന്റെ ചുറ്റളവിന്റെ ഇക്വേഷൻ എന്താണ്? എല്ലാ വശവും സെയിം ആയിരിക്കും അല്ലെ സമചതുരം എന്ന് പറയുമ്പോൾ. അപ്പൊ ചുറ്റുള്ള അളവ് 4a അല്ലെ. a. അപ്പൊ 4a ആണ് ചുറ്റളവ്. ചുറ്റളവ് എത്ര കിട്ടിയിട്ടുണ്ട്? 16 എന്ന് കിട്ടിയിട്ടുണ്ട്. 4a 16 ആണെങ്കിൽ a എത്രയായിരിക്കും? 16. ഇതിവിടെ പോകുമ്പോ ബൈ 4. 16/4 എന്ന് പറഞ്ഞാല് 4. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പരപ്പളവ്. ഒരു സമചതുരത്തിന്റെ പരപ്പളവ് എന്താണ്? a². അതായത് വശങ്ങളുടെ സ്ക്വയർ. വശം സ്ക്വയർ ആണ് പരപ്പളവ് എന്ന് പറയുന്നത്. അപ്പൊ a 4 എന്ന് കിട്ടി. അപ്പൊ a² എന്താ? 4². 4ന്റെ സ്ക്വയർ എത്രയാണ്? 4 × 4 16. അപ്പൊ ഓപ്ഷൻ ഡി 16 ആണ് ആൻസർ. അടുത്ത ചോദ്യം, 4, 7, 10 etc. എന്ന സമാന്തര ശ്രേണിയുടെ 101ാം പദം എത്ര? സമാന്തര ശ്രേണിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. 4, 7, 10 അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സമാന്തര ശ്രേണി ഉണ്ട്. അതിന്റെ 101ാമത്തെ പദം എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ 101ാമത്തെ പദം കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? a പ്ലസ് ഇത് എത്രയാണോ അതിൽ നിന്ന് 1 കുറച്ചിട്ട് അത് × d. നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. മുന്നേ ചെയ്താണ് സമാന്തര ശ്രേണിയുടെ വീഡിയോ. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അത് നോക്കിയിട്ട് പഠിച്ചാൽ മതി. ഇനി ഒരു വീഡിയോ കൂടെ ചെയ്യാം LDCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട്. അപ്പൊ 101ാമത്തെ പദം എന്ന് പറയുമ്പോൾ a + 100d. എന്താണ് 101ാമത്തെ പദം എന്ന് പറയുമ്പോൾ a + 100d. ഇനി 90ാമത്തെ ചോദിച്ചിട്ടുണ്ടെങ്കിലോ a + 89d. എത്രയാമത്തെയാണോ വേണ്ടത് അതിൽ നിന്ന് 1 കുറച്ചിട്ട് അത് × d. d എന്ന് വെച്ചാൽ എന്താ? പൊതുവ്യത്യാസം. അതായത് ഓരോന്നും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ എത്രയാ? 4, 7 ആവാൻ 3 കൂട്ടി, 7, 10 ആവാൻ 3 കൂട്ടി. അപ്പൊ പൊതുവ്യത്യാസം ഇവിടെ 3 ആണ്. a എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യത്തെ ടേം, ഫസ്റ്റ് ടേം ആണ് a. എത്ര? 4. ഓക്കെ ആണല്ലോ. ഇനി 10ാമത്തെ പദമാണ് കാണാൻ ചോദിച്ചിരിക്കുന്നെങ്കിൽ a + 9d. 10ാമത്തെ ആയതുകൊണ്ട് 9d. ഓക്കെ ആണല്ലോ. അപ്പൊ 101ാമത്തത് ആയതുകൊണ്ട് a + 100d. a എത്ര? 4 + 100 × d. d എത്രയാണ്? 3. d എങ്ങനെയാ കിട്ടിയേ? പൊതുവ്യത്യാസം. ഇത് തമ്മിലുള്ള ഓരോ നമ്പേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് കോമൺ ആയിരിക്കും. അത് എത്രയാണെന്ന് വെച്ചാൽ എഴുതുക. 4 + 100 × 3. ആദ്യം ഗുണിക്കുക, പിന്നെ കൂട്ടുക. 100 × 3 എത്രയാണ്? 300. 300ന്റെ കൂടെ 4 കൂട്ടിയാൽ 304 എന്ന് ആൻസർ കിട്ടും. അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ
10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോയിട്ടുണ്ട്, കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം എല്ലാം ഇതിന് മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എല്ലാ ക്വസ്റ്റ്യൻസും, ഒരു ക്വസ്റ്റ്യൻ പോലും ഒഴിവില്ല, എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ അതാത് ടോപ്പിക് എടുക്കുമ്പോൾ ആ മോഡൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കും എല്ലാവർക്കും ചെയ്തവർക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത 10 ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ചെയ്യാം. അപ്പൊ ഇതിന് മുന്നേ ചെയ്ത പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വീഡിയോ ഒക്കെ കാണുക, അതുപോലെ തന്നെ ടോപ്പിക് വൈസ് വീഡിയോസും കാണുക. അടുത്ത പാർട്ട് ചെയ്യുമ്പോഴേക്ക് ബാക്കിയുള്ള ടോപ്പിക്സ് ഒക്കെ കണ്ടിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക. GK ക്ലാസ്സുകൾ മൈൽസ്റ്റോൺ PSC GK എന്ന ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് milestone.psc.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അതിന്റെയൊക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.